അസ്സലാമലൈക്കും. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണല്ലോ. നമ്മുടെ ചുറ്റുവട്ടം എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാകും. പക്ഷേ ആ സ്നേഹം റിയലാണോ എന്നൊന്നും നമുക്കറിയില്ല. എല്ലാവരുടെയും സ്നേഹം നേടാനും മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാനും എല്ലാവരുടെയും ഇഷ്ടം ലഭിക്കാനും ഈ ദിക്റും സ്വലാത്തും ചൊല്ലിയാൽ മതി. ഭർത്താവ്, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, കുടുംബാംഗങ്ങൾ, ഹലാലായ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ സ്നേഹം നേടാൻ ഈ ദിക്ർ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. എന്നെ ആരും പരിഗണിക്കുന്നില്ല, ആരും എന്നെ ബഹുമാനിക്കുന്നില്ല, നിങ്ങളുടെ വാക്കിന് വില തരുന്നില്ല, വെറുപ്പോടെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷമങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. നമ്മളോട് ഒരു ഇഷ്ടം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ അവർ നമ്മളെ സ്നേഹിക്കുന്നതാണ്. ഇത്രയധികം ഫലമുള്ള ഈ ദിക്റും ആയത്തും ഏതാണെന്ന് പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് ഓരോ പ്രത്യേകത ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 48ാമത്തെ നാമമാണ് യാ വദൂദു യാ അള്ളാഹ്. എല്ലാവരുടെയും സ്നേഹം നേടാൻ പറ്റുന്ന ഒരു ദിക്റാണിത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ സ്നേഹം നേടാനും ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ഖുർആൻ ഓതാൻ നിസ്കരിക്കാൻ മടി തോന്നുമ്പോൾ ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ മതി. ആ മടി മാറിക്കിട്ടുന്നതാണ് ഇൻഷാ അള്ളാഹ്. ഈ ദിക്ർ 20 തവണ ചൊല്ലിയതിന് ശേഷം ഈ പറയുന്ന ആയത്ത് കൂടി ചൊല്ലണം. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഈ സൂറത്തിലെ 165ാമത്തെ ആയത്താണ് ഓതേണ്ടത്. 11 തവണയാണ് ഓതേണ്ടത്. ആദ്യം യാ വദൂദു യാ അള്ളാഹ് എന്ന ഇസ്മ 20 തവണ ഓതുക. അതിനുശേഷം ഈ ആയത്ത് 11 തവണ ഓതുക. ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം ഓതിയാലും മതി. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നല്ലോണം സ്നേഹിക്കാനും ഈ ദിക്റും ആയത്തും ചൊല്ലിയതിനു ശേഷം റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.